ജീവനായിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ അമ്മാവിന് ആയുസിന് കോട്ടമുണ്ടാവുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട്. നീ അവളെ കെട്ടിയാൽ 8-ാം ദിവസം എന്റെ കാറ്റ് പോകും ബാല. നിന്റെ കാറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ ഞാൻ. സത്യം ബാല, ഒരനന്തരവനും ഇത്ര ക്രൂരനാകാൻ പാടില്ല. ദയവീത് നീ അവളെ കെട്ടരുത്. ജാതക ഫലം പിഴക്കില്ല ബാല. ഇതിനൊന്നും എനിക്കൊരു വിശ്വാസമില്ല, എന്റെ അച്ഛനും വിശ്വാസമില്ല. അതുകൊണ്ട് മേലാൽ ഈ കാര്യം പറഞ്ഞ് ഇതിനകത്ത് വന്നു പോരും. ഞാൻ നിന്റെ കാല് പിടിക്കാം. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറയുക. ഒരു പാവമാത്മാവിനെ നീ പരലോകത്തേക്ക് പറഞ്ഞു വിടരുത്. ഈ കാര്യം മാത്രം നീ എന്നോട് പറയണ്ട. കൊലച്ചിരി പ്രകാശ, ഫോട്ടോയിൽ തൊട്ടു പോരുത്. തൊട്ടാൽ നിന്റെ മരണം എന്റെ കല്യാണത്തിന് മുമ്പേ നടക്കും. ഫോട്ടോ എടു. ഫോട്ടോടാ. ദുഷ്ടനാണ് നീ. എത്ര സുന്ദരിയാണ് ഇവൾ. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ അശ്വതിയെ മാത്രമായിരിക്കും. സത്യം സത്യം സത്യം. നമുക്ക് കാണാം. പ്രകാശ, നീ വേണമെങ്കിൽ ഒരു ലാർജ് അടിച്ചിട്ട് പോടേ. ബുദ്ധി വളരട്ടെ. ആർക്കാണ് ബുദ്ധി വളരേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാടാ. പ്രകാശ മാമ നിന്നെ. എന്റെ മനസ്സ് മാറിയോ? അതല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഒരു വെടിക്ക് 2 പക്ഷി. അതെങ്ങനെ? എന്റെ വിവാഹവും നിന്റെ മരണവും. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു. ചോദിച്ചോളൂ. നിനക്ക് അവളെ തന്നെ വേണോ? വേണം. എങ്കിൽ ഈ കോടാലിപ്പറമ്പിൽ പ്രകാശൻ പന്തയം വയ്ക്കുന്നു. നിന്റെ തന്തയോടും ഇതേ പന്തയം വെച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. നീ അവളെ കെട്ടില്ല. ഞാൻ ഈ കല്യാണം കലക്കി മറിക്കും, കലക്കി പൊളിക്കും. ഓക്കെ, ചിയേഴ്സ്. ഓടാ. എല്ലാ ലീഡർമാർക്കും ഇപ്പോ കണ്ടകശനിയാ. ശങ്കരമേനോൻ സാറിന് ജാതകത്തിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്തതാണ് ഏറ്റവും വലിയ പാര. അതിനേക്കാൾ വലിയ പാര എന്റെ അനന്തരവൻ ബാലേന്ദ്രനാ. അവൻ കുളത്തി കേറുന്നുമില്ല, കുളത്തി കിടക്കുന്നുമില്ല എന്ന മട്ടിലാവിലെ പോസ്. എന്റെ പുക കണ്ടേ അവൻ അടങ്ങൂ. ചുമ്മാ ലീഡർ എന്ന് പറഞ്ഞിരുന്നാ പോരാ. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ നിൽക്കാൻ പഠിക്കണം. അതിനെനിക്ക് 2 കാലല്ലേ ഉള്ളൂ. ബാലചന്ദ്രനും അശ്വതിയും തമ്മിൽ പെട്ടെന്ന് ഡെൽക്കോ ആയിപ്പോയി. ബാല്യകാല സഖിയെ പോലെയല്ലേ ബൈക്കിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത്. ആ ഡെൽക്കോ പൊളിക്കണം. ആ ഡെൽക്കോ പൊളിഞ്ഞില്ലെങ്കിൽ എന്റെ ഡെൽക്കോ പൊളിയും. കദളിപ്പഴം കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം, കപ്പപ്പഴം കൊണ്ട് ആറ്റുകാലമ്മച്ചിയുടെ മുന്നിലും തുലാഭാരം, പഞ്ചസാര കൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ മുമ്പിലും തുലാഭാരം, കാടാമ്പുഴി ശത്രു സംഹാരവും പൂമൂടലും കൂടി നടത്താം. എന്താ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. ബാലചന്ദ്രനെയും അശ്വതിയും തമ്മിൽ തെറ്റിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ബാലചന്ദ്രനെ കുറിച്ച് വളരെ മോശമായൊരു ചിത്രം അശ്വതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, ആ കാര്യം ഞാൻ ഏറ്റു. ഞാനൊരു ഗർഭിണിയെ രംഗത്തിറക്കുന്നു. ഗർഭിണിയാ? ബാലചന്ദ്രൻ പ്രേമിച്ചു ചതിച്ച ഒരു പാവം ഗർഭിണിയെ ഞാൻ ഗോതയിലേക്ക് ഇറക്കുന്നു. എല്ലാ ഗർഭിണികളുടെ കൂടെ ആളുണ്ട്. ഗർഭിണികൾ ഒറ്റയ്ക്ക് കിടക്കാറില്ല. എപ്പോഴാ പ്രസവം നടക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നീ പറയണ്ടാ കൊച്ചിറക്ക. ആ ചേച്ചിയോട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. വേണ്ട, ബുദ്ധിപരമായി ഞാൻ തന്നെ ചോദിച്ചോളാം. ചോദിക്കേ. ചേച്ചി, ഒരു സഹായം ചെയ്യാമോ? പിച്ചക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എനിക്ക് 10 പൈസയിലും കിട്ടി. നിനക്കായിരുന്നെങ്കിൽ 5 പൈസ കിട്ടത്തുള്ളൂ. ഏത് നേരം ഇങ്ങനെ പരസ്പരം പാര വെക്കാതെ ഒരു ഗർഭിണിയെ തപ്പിയെടുക്കാൻ നോക്ക്. നീ നടന്നോ, ഞാൻ വന്നേക്കാം. കൂട്ടിനാരുമില്ലാതെ അതാ മാലാഖ പോലൊരു ഗർഭിണി. ഒറ്റ നോട്ടത്തിൽ നിനക്ക് വേണ്ടി ഗർഭിണിയായതുപോലെ ഉണ്ട്. അത് നമ്മുടെ മറിയാമ്മയല്ലേ? മറിയാമ്മ ഞാൻ പറഞ്ഞേ കേൾക്കും. ഞങ്ങൾ അയൽക്കാരാ. അയൽക്കാരോ? നിന്റെ സ്വഭാവം ശരിക്കും അറിയോ? എന്നാ നീ പറഞ്ഞാൽ കേൾക്കാനിടയില്ല. നവാസേ, നീ പോയി ഡീലി. ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? എന്റെ ഭർത്താവ്. അല്ല മറിയാമ്മേ, അല്ല. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ സഖാവ് ശങ്കരമേനോന്റെ മകൻ ബാലചന്ദ്രൻ. അവനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി. എന്താ പറഞ്ഞത്? മറിയാമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു കഴുതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
സഹായിച്ചാൽ 1000 രൂപ തരാം. ചേട്ടാ, അയ്യോ, ചേട്ടാ, അയ്യോ. എന്താടി എന്ത് പറ്റി? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ബാലേന്ദ്രനാണെന്ന്. എടി പിശാചേ, നീ എന്നെ ചതിച്ചോ? കൊല്ലും ഞാൻ. ആരാടി ബാലേന്ദ്രൻ? അയ്യോ അതല്ല, അങ്ങനെ പറയണോന്ന് ആ നാറി ഫിലിപ്പോസാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ 1000 രൂപ തരാമെന്ന്. 1000 രൂപയോ? രാത്രി ഒന്നും മെനക്കെടുത്താതെ ഇറങ്ങി പോടോ. ഗർഭിണികളെ സപ്ലൈ ചെയ്യാനല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. ചേച്ചിയുടെ ഈ സ്ഥാപനത്തിന്റെ ബൈലോ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ഗർഭിണിയെയാണ്. നീ ഇങ്ങനെ വളച്ചിട്ടി പറഞ്ഞ ചേച്ചിക്ക് അത് മനസ്സിലാവില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേച്ചി, എന്റെ പേര് ബാലചന്ദ്രൻ. പ്രകാശ് നല്ലടാ. ബാലചന്ദ്രൻ, ഞാൻ ബാലേന്ദ്രൻ. ചേച്ചി, ഞാനൊരു സാധു പെൺകുട്ടിയെ എന്റെ ജീവന തുല്യം സ്നേഹിച്ചുപോയി. പക്ഷേ എന്റെ വീട്ടുകാർ പണത്തിനു വേണ്ടി അശ്വതി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് ആ സാധു പെൺകുട്ടിയെ ചതിക്കാൻ വയ്യ ചേച്ചി. എനിക്ക് ആ വിവാഹം വേണ്ട, അല്ലേ? അതിന് ഗർഭിണി എന്തിനാ? ഇവൻ നശിപ്പിച്ച പെണ്ണാണെന്ന് പറഞ്ഞ ആ ഗർഭിണി ഇവന് നിശ്ചയിച്ച അശ്വതിയെ സമീപിക്കണം. അങ്ങനെ ആ കല്യാണം മുടക്കണം. ചേച്ചി പ്ലീസ്, എത്ര രൂപ ആണെങ്കിലും ഞാൻ മുടക്കാം. എങ്ങനെയും ഒരു ഗർഭിണിയെ രംഗത്തിറക്കിയേ പറ്റൂ. 1 മണിക്കൂർ നേരത്തെ കാര്യമില്ലുള്ളൂ. ചേച്ചി വിചാരിച്ചാൽ നടക്കും, അല്ലേ? പിന്നെ എടാ ആന്റണി, മനോഹര, ഇവന്മാരെ പിടിച്ച് വെളിയിലിറക്കാൻ. വേണ്ട, വടക്കും ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ അതിന് വന്നവരൊന്നുമില്ല. ഞങ്ങൾ വളരെ ഡീസന്റാ. നിൽക്ക് പോകാൻ വരട്ടെ. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ഗർഭിണിയിലും കൊണ്ടേ പോകും. എന്നാ ട്രൈ ചെയ്യാം. ആ, അതെ. ചുമ്മാ നവാസ. വിടുവാ. തലയെ നിർത്തി ഞാൻ ഓടിപ്പോവാം. ഉമ്മ, ആ എന്തേ മോളെ? കോഓപ്പറേറ്റീവ് ബാങ്കിൽ 2 വള പണയം വെച്ചിരുന്നു ഉമ്മ. അതിന്റെ നോട്ടീസ് വന്നു. ഇന്ന് തന്നെ എടുക്കണമെന്ന്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അയ്യോ, എന്റെ കയ്യിലും കാശൊന്നും ഇല്ലല്ലോ. നവാസിന്റെ ബാപ്പ പാർട്ടിയുടെ എന്താ ആവശ്യത്തിന് വേണ്ടി കർത്താവ് സാറിനെ കാണാൻ കുട്ടിയോട് വരെ പോയിരിക്കുക. നാളെ വരും. അയ്യോ, ഇന്ന് പണം അടച്ചില്ലെങ്കിൽ ലേലത്തിന് വെക്കും. എന്ത് ചെയ്യും? ചന്ദ്രപ്പൻ വീട്ടിലില്ലേ ശകുന്തളെ? അവൻ ഇതൊന്നും നോക്കൂലേ? എന്ത് പ്രയോജനം? ഗാനമേളയ്ക്ക് പോയി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ഏട്ടന് കുടിക്കാൻ കൂടി കൊടുക്കണം. അതാ എന്റെ തലവിധി. എന്റെ കൈ കാശിരിപ്പുണ്ടോടാ നവാസെ? കാശോ? എന്റെ കയ്യിലോ? അസലായി. അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു 10-300 രൂപ വേണമെങ്കിൽ എടുക്കാം. അയ്യോ, അതുകൊണ്ട് എന്താകാനാ? ആ, ലേലത്തിൽ പോന്നെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ വരട്ടെ ഉമ്മ. ആ, ശകുന്തളെ, എന്നോട് സംസാരിക്കണ്ട. അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് പ്രകാശൻ എന്നെ അവമാനിച്ചപ്പോ ഒരു മുഖപരിചയം ഇല്ലാത്ത മട്ടിലല്ലേ താൻ ഇരുന്നത്? പ്രകാശൻ ആളൊരു മൊശടനാ. ഓ. അവന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ ഓഹോ. അവൻ എന്നോട് വഴക്കിടും. ഓ. അതാ ഞാനൊന്നും മിണ്ടാഞ്ഞത്. അത് ശരി. എന്നാലേ ഞാനും മുഷറത്തിയാ. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാനും വഴക്കിടും. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ശകുന്തളയ്ക്ക് പണയം വെച്ച വള തിരിച്ചെടുക്കാൻ കാശ് ഞാനുണ്ടാക്കി തരാം. പക്ഷെ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ഗർഭിണിയാകാൻ ശകുന്തളയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കാശ് ഞാൻ തരാം. ഞാനിപ്പോ ഉമ്മയോട് പറയും. ഉമ്മ കൈരാത്തറ, അനാവശ്യം പറയുന്നു. എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം? പടച്ചോനെ, ഞാനത് ഉദ്ദേശമല്ല പറഞ്ഞത്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാൻ ശകുന്തള ഗർഭിണിയായിട്ട് അഭിനയിക്കണമെന്നാ പറഞ്ഞത്. ഓഹോ, നാടകത്തിലോ സീരിയലോ? രണ്ടിലുമല്ല, ജീവിതത്തില്. കളമശ്ശേരി കൃഷ്ണനാരുടെ മകൾ അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ബാലചന്ദ്രന്റെ കാമുകി ശകുന്തളയാണെന്നും അവൻ ശകുന്തളയെ ഗർഭിണിയാക്കിയെന്നും പറയണം. ഉള്ള ഗർഭവേ ഇല്ലെന്ന് പറയുന്നവരാ സ്ത്രീകള്. ഏതെങ്കിലും ഒരു പെണ്ണിന് തയ്യാറാവോ നവാസെ? ഇല്ലെന്ന് എനിക്കറിയാം. ധൈര്യമുള്ള പെണ്ണ ശകുന്തള, മിടിക്ക ശകുന്തള. അതുകൊണ്ട് പറഞ്ഞതാ, വളരെക്കാനുള്ള പൈസ ഞാൻ തരാം. അയ്യോ, ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ആരും അറിയണ്ട, 1 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. പ്ലീസ്, ശകുന്തളയുടെ പണയപ്രശ്നം തീരും, എന്റെ കൂട്ടുകാരന്റെ ജീവിത പ്രശ്നം തീരും. ആ ഇരിക്കുന്നതാണ് അശ്വതി. ധൈര്യമായിട്ട് ചെല്ല്. എനിക്ക് ധൈര്യത്തിന് യാതൊരു കുറവുമില്ല. അതെനിക്കറിയാം. പിന്നെ കംപ്ലീറ്റ് സെന്റിമെന്റലായിരിക്കണം. ഇതോടെ ഈ കല്യാണം മുടങ്ങണം. നീ ഇവിടെ നിന്ന് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കുളമാക്കാം. ഒന്ന് മാറടേ. എന്നിട്ട് കാണ് പാലാരിവട്ടം ഫിലിപ്പോസ് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. ഒന്ന് മാറടേ, പിടിച്ച് മാറ്റടേ അവനെ. ഈ കോടായി അപ്പൊ ഒന്നും കാര്യമാക്കണ്ട. അപ്പൊ ചെല്ലി അണ്ണൻ പറയുന്നത് പോലെ ചെയ്യും. ആരാ? എന്താ
ദുഷ്ടനായ ഒരു കാമുകന്റെ ചതിയപ്പെട്ട് ജീവിതം തന്നെ തകർന്ന ആശ്ചര്യനായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ശകുന്തള, മിസ് ശകുന്തള ബാലേന്ദ്രൻ. ശകുന്തള ബാലേന്ദ്രനോ? പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്നെ ഗർഭിണിയാക്കി മാറ്റി എന്നെ സഹായിക്കാനാ. അതെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എന്നെ പ്രേമിച്ച് ചതിച്ചു. ബാലേട്ടന്റെ കുഞ്ഞെന്റെ വയറ്റി വളരുകയാണ്. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അശ്വതി വിവാഹത്തിൽ നിന്ന് പിന്മാറണം. ഏതായാലും ബാലേട്ടൻ ഇപ്പൊ വരും. ബാലേട്ടൻ ഇപ്പൊ വരൂ. എന്താ റെഡിയല്ലേ? പോവാം. എന്താ ചോദിച്ചോ, സത്യം ഞാനും അറിയട്ടെ. ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരു സ്ത്രീ അറിയാൻ പാടില്ല. ബാലേട്ടൻ മോതിരം മാറിയ പെണ്ണാ ഞാൻ. എനിക്കും അറിയാൻ അവകാശമുണ്ട്. എന്താ അശ്വതി പ്രശ്നം? ഇവിടെ ബാലേട്ടന്റെ ആരാ? ആരാ? എന്നെ അറിയത്തില്ലെന്നോ? മഹാഭാവി, എന്നെ വശീകരിച്ച് ചതിച്ചിട്ട് എന്നെ അറിയത്തില്ലെന്നോ? എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് നിങ്ങളെ അല്ലെന്ന് നിങ്ങൾക്ക് ഇവർക്ക് പറയാമോ? വയോ? ആ? കുഞ്ഞോ? ആ? ചതിച്ചെന്നോ? ആര്? അനാവശ്യം പറയരുത് അശ്വതി. ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. അയ്യോ, ഇവൾക്ക് ഭ്രാന്താ. ചൗന്തളം പിടിക്കുക. അവള് കലിക്കും. കോടാലിയുടെ സമയം കൊള്ളാം. ഇതാ വീട്. ചെന്ന് കലക്ക്. പ്രസവാശുപത്രിയിൽ വെച്ച് കണ്ട പെണ്ണ്, ഒറിജിനൽ ഗർഭിണി. എനിക്ക് അടിയും തന്നു ഓടിച്ചിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നു. സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്ക് പേടിയാവുന്നു. അകത്തേക്ക് ചെല്ലടി. രൂപ 1000. നിക്ക് നിക്ക് നിക്ക്. വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ലടി. അയ്യോ ചേട്ടാ, എന്നതായി കാണിച്ചേ? പണത്തിന്റെ വില എന്റെ പെണ്ണുപിള്ളിക്ക് അറിയില്ല. അതാ ഇന്നലെ അവള് സമ്മതിക്കാഞ്ഞത്. ഗർഭിണിയും കൂടെ ക്ലാഷ് ആയല്ലോ എന്റെ ഈശോ. ഇനി ഇതങ്ങോട്ട് എന്ന് ആഘോഷം ആവത്തേ ഉള്ളൂ. ഒന്ന് വന്നേ. അശ്വതി, ഞാനല്ല അവിടെ. എന്റെ പൊന്നി ചേച്ചി, ആ ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. ഞാൻ 6 മാസം ഗർഭിണിയാ. ഏത് ബാലേന്ദ്രൻ? സഖാവ് ശങ്കരമേനന്റെ മകൻ ബാലേന്ദ്രൻ. അയ്യോ കള്ളം, ഒറ്റ കള്ളം. ബാലേന്ദ്രന്റെ യഥാർത്ഥ കാമുകി ഞാനാ. നിങ്ങൾ ഇവിടെ കിടന്ന് ബേളം വെച്ച് എന്നെ നാറ്റിക്കരുത്. ഇറങ്ങി പോകുന്നുണ്ടോ? ഫിലിപ്പോസേ, ഗർഭിണി നമ്പർ 3. പ്രകാശ, നിനക്ക് സിസേറിയൻ വേണ്ടി വരുവാണ്. ചേച്ചി, ഇന്നലെ രാത്രി നിങ്ങളെ ഓടിച്ചു വിട്ടതിന് ക്ഷമിക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥതയെ ഞാൻ ബഹുമാനിക്കുന്നു. ഇതാ ഗർഭിണി റെഡി. ഭർത്താവെ ചതിച്ചോ? നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 ഗർഭിണികളകത്ത് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ രാവിലെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയതല്ലേ. ആ അങ്ങനെ പറയടി. മുന്നോട്ട് വെച്ച കാലി ഈ അന്നക്കുട്ടി പുറകോട്ട് വെക്കില്ല. ചേച്ചി, ഈ സമയത്ത് ചതിക്കരുത്. അകത്തോട്ട് അവളെ വിടരുത്. പട്ടി കാശ് വരാറിയിക്കാനല്ലേ? അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ചെല്ലടി. അതെ, കളി കഴിഞ്ഞ അപ്പ കാശ് കിട്ടണം. അതാ എന്റെ ഈ കണ്ടീഷൻ. പാടി. 1000 രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിട്ട പാട്. കോടാലി, നിന്റെ സമയം. ഒരാൾ ഒരു സമയത്ത് 2 പേരെ ഗർഭിണിയാക്കുന്നതിൽ തന്നെ ചതിയുണ്ട്. അശ്വതി, ഇതൊന്നും വിശ്വസിക്കരുത്. ചെല്ലടി. ചെന്ന് സത്യം തുറന്നു പറ. പെൺപിള്ളേരെ ചതിക്കാൻ നടക്കുന്ന നാളുകള്. ആര് ചതിച്ചു? ബാലേന്ദ്രനോ? നില്ല. ബാലേന്ദ്രനെ കണ്ടാലറിയും. അയാളിപ്പോ എവിടെ ഉണ്ട്? പുറത്ത് നിൽക്കുന്നു. ഓഹോ, ഒന്നും പറയണ്ട. ബാലേന്ദ്രൻ എന്നെ ചതിച്ചു. അദ്ദേഹം എന്നെ കെട്ടു. ബാലേന്ദ്രൻ കെട്ടുന്നെങ്കിൽ എന്നെ കെട്ടു. നിന്റെ കല്യാണം ഞാൻ നടത്തി തരാം. 3 പേരും ഇങ്ങോട്ട് മാറിയുന്നേ. 3 ഗർഭിണികൾ ഇങ്ങോട്ട് മാറിയിക്കാൻ. ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു? പറഞ്ഞോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. മാനവും മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. പറ, ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പറയാൻ. അടിക്കല്ലേ സാറേ. സാറ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ആ ഗാനമേള ട്രൂപ്പ് നടത്തുന്ന പൊക്കം കുറഞ്ഞ കറുത്ത മനുഷ്യനാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പ്രകാശൻ. എടാ കോടാലി പ്രകാശ, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുമെന്ന് പറയും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. 12-ൽ ചൊവ്വ, 8-ൽ വ്യാഴം. ഗുളികം പിന്നെയും അവിടെ തന്നെ. നിന്റെ ഗുളിയെ ഞാനാടാ. എടാ പരമനാറി, ചെറ്റത്തരം കാണിച്ച് എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് നേടി? അടിച്ചിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. പല്ല് തെറിപ്പിക്കാൻ കൊണ്ട് വാടാ. എന്തായാലും നീ അവളെ കെട്ടും, ഞാൻ ചാകും.
എന്നാ പിന്നെ നിന്നെയും കൊന്നിട്ട് ഞാൻ ചാകത്തുള്ളൂ. എന്റെ അരിയുടെ ചൂട് പലതവണ നീ അറിഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും കൊതി തീർന്നില്ലേ? ബാല, ഞാൻ നിന്റെ ഒരേ ഒരു അമ്മാവനാ, കുറച്ചുകൂടെ റെസ്പെക്ട് കൊടുറ. അയ്യടാ, റെസ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു അമ്മാവൻ അനന്തരവനെ നാറ്റിക്കാൻ വേണ്ടി 3 ഗർഭിണികളെ ഒന്നിച്ചിറക്കിവിട്ട പരമനാറി. എന്റെ ജീവൻ രക്ഷിക്കാൻ 3 അല്ല 300 ഗർഭിണികളെ ഞാൻ ഈ കുരുക്ഷേത്രത്തിലേക്ക് ഇറക്കിവിടും. ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റി 3 ഗർഭിണികളും തമ്മിൽ ക്ലാഷായി. ഇല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങിയേനെ. ഇനി കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ കഴുത്തിന് മുകളിൽ നിന്റെ തലയിരിക്കില്ല. തലവെട്ടി ഇറക്കാൻ നീ ഇറച്ചിവിട്ടുകാരനോ? ഒന്ന് പോടാ വരട്ടാതെ. അന്തം വിട്ട് നടക്കുന്നവൻ എന്തും ചെയ്യും. എനിക്ക് ജീവനി കൊതിയില്ലടാ. അതിന് നീ കൊതിച്ചിട്ടും വലിയ കാര്യമില്ല. ഇന്നു മുതൽ നിന്റെ കാലം ഞാനാടാ. ബാല, നീ കാലാന്ന് മാത്രം വീണ്ടും വീണ്ടും പറയാതെ. പറയും, ഇനിയും പറയും. അല്ലെങ്കിൽ ഈ കല്യാണം മുടക്കില്ലെന്ന് വാക്കുതാ. കല്യാണം മുടക്കും എന്ന് ഞാൻ വാക്ക് തരാം. പ്രകാശ, ബാല, നീ എന്റെ ആയുസിന്റെ പുറത്ത് ചവിട്ടിന്നാ കളിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഈ കല്യാണം കലക്കി മറിക്കും. മൂടാലിപ്പറമ്പിൽ ഭഗവതി പരമഭക്തനായ അമ്മാവന്റെ ജീവൻ രക്ഷിക്കുമോ അതോ പരമ ചെറ്റയായ അനന്തരവന്റെ കല്യാണത്തിന് കൂട്ടി നിൽക്കുമോ? നമുക്ക് കാണാം. അതുവരെ നീ ജീവിച്ചിരിക്കുമെന്ന് കാണാം. ഗർഭിണിയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആരാ എന്റെ പെങ്ങളെ ചോദിച്ചത്? അതെനിക്കറിയില്ല, എല്ലാം ദൂരെ നിന്ന് കേട്ടതേ ഉള്ളൂ. എന്റെ സഹോദരൻ ചോദിച്ചവൻ ആരായിരുന്നാലും അവനെ ഞാൻ കൊല്ലും. ആശാൻ കൊല്ലണ്ട, ഞാൻ കൊല്ലും. നീ കൊല്ലണ്ട, ഞാൻ കൊല്ലാം. ആശാന്റെ സഹോദരി എന്റെയും സഹോദരിയാണ്. ആശാന്റെ സഹോദരിയുടെ ഗർഭം എന്റെയും ഗർഭമാണ്. അവനെ ഞാൻ കണ്ടുപിടിച്ച് അരിഞ്ഞെരിഞ്ഞു കൊല്ലും. ആരാണീ ചെമ്പകശ്ശേരിയിൽ ചന്ദ്രപ്പൻ? എന്ത് വേണം? നിങ്ങളുടെ സഹോദരിയെ ചതിച്ച അത് നീയാണല്ലോ. അയ്യോ, ഞാനല്ല. ആശാന്റെ സഹോദരിയെ കണ്ണീര് കുടിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ അവളെ കെട്ടണം. ഓക്കെ, സമ്മതിച്ചു. ആ കല്യാണം നടത്തി തരാമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നടത്തണം, ഉടനെ നടത്താം. പിടിവിടാൻ പറ, പിടിവിടും. ഇവനാണ് നിങ്ങളുടെ സഹോദരിയെ ചതിച്ചത്. ഇതാ കോർപ്പറേറ്റ് ഓർക്കസ്ട്രയിലെ പ്രസിഡന്റ്. ഇനി അവനെ സാറേന്നൊന്നും വിളിക്കണ്ട, അളിയാന്ന് വിളിച്ചാ മതി. ഇപ്പോഴവന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ ചെന്നാലും അവൻ സത്യം പറയില്ല. ഈ ഗർഭം നിഷേധിക്കും. വിട്ടുകൊടുക്കരുത്. കള്ളമാണെന്ന് തെളിയിക്കാൻ അവൻ പല നമ്പർ ഇറക്കും. വിശ്വസിക്കരുത്. ഇനി ചോദ്യം ഉത്തരവൊന്നുമില്ല. കയ്യിൽ കിട്ടിയാൽ പ്രകാശിന്റെയും ശകുന്തളയുടെയും കല്യാണം നടത്തണം. ഇവനാ ട്രൂപ്പിൽപ്പെട്ടവനല്ലേ? ഇവൻ കാണിച്ചതെല്ലാം ഫോറിൻ ടൈപ്പ് അഭ്യാസങ്ങളാണ്. നമ്മുടെ നാടന്റെ അഭ്യാസങ്ങളൊന്നും ഇവന്റെ അടുത്ത് വരെ പോയില്ല. ഇവനെ സൂക്ഷിക്കും. അപ്പോ അവന്റെ കാര്യം പെൻഡിങ് വെക്കാം. ഗർഭം കലങ്ങിയ സ്ഥിതിക്ക് ഇനി എന്തും കലങ്ങാം. നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു കളി കളിക്കണം. അതിനുള്ള ബുദ്ധി എന്ന നിലയിലുണ്ട്. ആ ബുദ്ധി നിന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി അത് പ്രയോഗിച്ച് എന്റെ ബാക്കി ജീവിതം കൂടി നീ കലക്കണ്ട. ആനയ്ക്കും അടി തെറ്റും പ്രകാശ. പക്ഷെ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കില്ലല്ലോ. ഒന്നിപ്പിഴച്ച 3 ചിലന്തിയെ കണ്ടുപഠിച്ച രാജാവിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ഇല്ല. എന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു രാജ്യത്ത് രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ചിലന്തിയോട് അന്വേഷിച്ചു പോകുമ്പോ കഥ പറയാൻ പറ്റിയ സമയം. ഗർഭിണികളെ ഇറക്കിയതും അവർ തമ്മിൽ ക്ലാഷ് ആയതും അത് കുളമായതും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. അവനിനി അത് അളിയനോടും ചേച്ചിയോടും പറയും. അവരറിഞ്ഞാ പിന്നെ കല്യാണത്തിന് മുമ്പേ എന്റെ അന്ത്യം. നീയൊക്കെ കാണാൻ എന്റെ ജീവിതം വഴിയാധാരമായടാ. പ്രകാശ, ശങ്കരമേനോനും ബാലേന്ദ്രനും നിരീശ്വരവാദികളായതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കറക്റ്റ്. ഇനി വഴി ഞാൻ പറയാം. അവിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് നേരിടണം. ആഗ്നേയാസ്ത്രത്തിന് വാരീജവും ഉത്തമം. ശങ്കരമേനോൻ സാറ് നിരീശ്വരവാദി ആണെങ്കിൽ കളമശ്ശേരി കൃഷ്ണൻ നായർ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണല്ലോ. ആ ഡെൽക്കോയിൽ കയറി നമുക്ക് പിടിക്കണം. കാര്യം പറഞ്ഞു തൊലയ്ക്കെന്റെ പീലിപ്പോസേ. ജാതകം കൊടയുടെ ദിവസം ബാലന്റെ ജാതകം കൃഷ്ണൻ നായർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റിയിട്ട് മാനം തെളിഞ്ഞേ വന്നാൽ മനസ്സും നിറഞ്ഞ് നിന്നാൽ വേണ്ട ഈ കല്യാണം. എടുക്ക്.
ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ജാതകം മുതലാളിയുടെ അലമാരിലായിരുന്നേ. ആഹാ, ആ, കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. സാരമില്ല, ഇത് ഉടനെ അങ്ങ് തന്നേക്കാം. അവിടെ തന്നെ കൊണ്ട് വെച്ചേരി. അതെ. ഞാൻ കൊടുക്കാം. എടാ ബാലചന്ദ്ര, ഇത് വച്ച് ഞാനൊരു കളി കളിക്കോടാ. പാടാ ഫിലിപ്പോസ്. ജാതകം തിരുത്തിയതെന്നൊക്കെ പറയണത് അത്ര ശരിയായ ഏർപ്പാടല്ല പ്രകാശൻ സാറേ. ഈ കല്യാണം കലക്കാൻ ഞാൻ പല അടവും പ്രയോഗിച്ചു നോക്കി, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. ഇനിയിപ്പോ ജോത്സ്യർക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യല്ല. അതാ കലക്കാൻ ശ്രമിക്കും തോറും വിവാഹം അടുത്തടുത്ത് വരണത്. ഇനിയുള്ള ദിവസങ്ങൾ ഈശ്വരനെ ധ്യാനിച്ച് അങ്ങോട്ട് കഴിയാ. വെറുതെ മരിക്കുന്നതിനേക്കാൾ സമാധി ആയാലും മതിയായിരുന്നു. ഇവന്റെ പേരിൽ ഒരു ആശ്രമമെങ്കിലും കെട്ടാമായിരുന്നു. ബാലന്റെ ജാതകത്തിലെ ലാസാഗു മാറ്റിമറിച്ചിടണം. കളമശ്ശേരി കൃഷ്ണൻ നായരെ കുറിച്ച് അറിയോ? വലിയ അന്ധവിശ്വാസിയാണ് അയാൾ. കൃഷ്ണൻ നായർ പയ്യന്റെ ജാതകം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ ഭാര്യാപിതാവിന് മരണം സംഭവിക്കുന്നതായി കാണണം. അങ്ങനെ ഈ വിവാഹം മുടങ്ങണം. ഇല്ല, എന്നെ കൊണ്ട് അത് പറ്റില്ല. ഞാനേ സത്യസന്ധനായ ഒരു ജോത്സ്യനാ. കൊടുക്ക്. ഇനി വലുതായിട്ടൊന്നും ആലോചിക്കാനില്ല. ഈ ഗ്രഹനില ചെറുതായിട്ടൊന്നും മാറ്റിയാ മതി. ഭാര്യാപിതാവിന് മരണയോഗം, മഹാമൃത്യുയോഗം ഉണ്ടെന്നും വരും. കേതുവിന്റെ സ്ഥാനം കൂടി ഒന്ന് മാറ്റിയാൽ മംഗല്യ മുഹൂർത്ത സമയത്ത് തന്നെ കൃഷ്ണൻ നായർ മരിക്കുമെന്നും ഫലം വരുത്താം. മതി, അത് മതി, അത് മാത്രം മതി. ജാതകം ഇപ്പൊ തന്നെ തിരുത്തി എഴുതണം. ഇന്ന് തന്നെ കൊണ്ട് തിരികെ വെക്കാനുള്ളതാ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. തോഴിച്ചാൽ ദുഃഖിക്കണ്ട. സാറും ആ പണിക്കരും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? അല്ല, അയാൾ ബാലചന്ദ്രന്റെ ജാതകം ശരിക്കും പരിശോധിച്ചിട്ടാണോ ഈ വിവാഹം നടത്താൻ പറഞ്ഞത്? അല്ല, എന്താ കാര്യം? ബാലചന്ദ്രന്റെ ജാതകത്തിനൊരു പെശകൊണ്ട് ആ വിവാഹം നടന്ന ജാതകക്കാരന്റെ ഭാര്യാപിതാവിന് ആയുർദോഷം ഉറപ്പാ. നിങ്ങളാരാ? ബാലചന്ദ്രന്റെ ജാതകം എഴുതിയ ജോത്സ്യനാണ് ഞാൻ. സഖാവ് ശങ്കരമേനോനും പണിക്കരക്കും ഈ ദോഷം അറിയാം. അവര് നിങ്ങളെ ചതിച്ചു. എന്തായാലും ജാതകം മറ്റാരെ കൊണ്ടെങ്കിലും നന്നായി നോക്കിച്ചിട്ട് കല്യാണം നടത്തിയാ പോരെ. ആ, മതി 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 മതി. എന്റെ ഭഗവതി. ഏലൂർ ഗോപാലൻ ജോത്സ്യര്, കാഞ്ഞൂർ കുഞ്ഞിരാമൻ ജോത്സ്യർ, എടയാർ വിലയ തിരുമേനി, ഇവരെല്ലാവരും നോക്കി. ഇവർക്ക് 3 പേർക്കും ഒരുപോലെ കണക്ക് പിഴയ്ക്കുമെന്നാണോ പണിക്കർ പറയുന്നത്? എന്റെ ആയുസിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ ജാതകം കൊണ്ട് ഞാൻ ഈ നാട് മുഴുവൻ ഓടിയതാ. സത്യം പറഞ്ഞ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പൊരുത്തം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഒരു വിവാഹം നിശ്ചയിക്കുമ്പോ ആ വധൂവരന്മാർ കയറി ചെല്ലുന്ന ഇടം മുടിഞ്ഞു പോകുമോ എന്നുകൂടി നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു അസ്ട്രോളജിക്കില്ലേ? തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. അന്നം മുട്ടാതിരിക്കാൻ താൻ ചെയ്യുന്ന പണിയല്ലല്ലോ ഇത്. ജോത്സ്യം തനിക്കൊരു തമാശയല്ലേ? കൃഷ്ണൻ നായർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതേ ചൊല്ലി നമ്മൾ തമ്മിലുള്ള സൗഹൃദവും നശിക്കരുത്. എനിക്കറിയാലോ ജാതകപ്രകാരം എനിക്ക് കണ്ടേശനിയാണെന്ന്. കൂടാതെ എന്തെല്ലാം ഹെൽത്ത് പ്രോബ്ലംസ്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മാരണം കൂടി ഉണ്ടായാൽ എന്റെ കാറ്റവും ഉറപ്പല്ലേ? വേണ്ടാത്ത ഒന്നും പറയണ്ട കൃഷ്ണൻ നായരെ. തനിക്ക് ഒരു ദോഷവും വരില്ല. ചെറുക്കന്റെ ജാതകപ്രകാരം ഭാര്യാപിതാവിന് വെറും വൃത്തിയോഗമല്ല, മഹാവൃത്തിയോഗമാ. എന്താ ശരിയല്ലേ? ഈ ഗ്രഹനില വെച്ച് ഭാര്യാപിതാവിന് ആ യോഗം കാണുന്നുണ്ട്. നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് തന്റെ ഒത്താശയൊന്നും വേണ്ട. എനിക്കിപ്പോ നല്ല സമയമാ. അതുകൊണ്ടാണല്ലോ സത്യം ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായത്. അല്ല, 20-ാം നൂറ്റാണ്ടിൽ അച്ഛൻ ഇതൊക്കെ വിശ്വസിച്ചാലോ? സണ്ണിലയുടെ ജാതകം കാരണം ഫാദറില്ല മരിക്കുമെന്നോ? കഷ്ടം. അതേടി, ഈ കല്യാണം നടത്താൽ ഫാദറില്ല അല്ല ഫാദർ ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും. പൊക്കോത്ത്. ജാതകം സത്യമാ മോളെ. ഈ വിവാഹം നടന്ന മോളുടെ അച്ഛന് ജീവഹാനി ഫലം. ഞാനത് ഗ്രഹിച്ചില്ല. വേണ്ട, ഈ വിവാഹം നമുക്ക് വേണ്ട. വരണം കൃഷ്ണൻ നായരെ. ഞങ്ങള് മന്ത്രകോടിയും മാലയൊക്കെ വാങ്ങിക്കാൻ പുറപ്പെടുകയായിരുന്നു. ഇനി ഒരു ഭാഗാത്രയും വാങ്ങണ ശങ്കരമരനെ. 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഈ മോന്ത കലയേണ്ടത് എന്നെ തലതെറിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താൻ എന്തായി പറയുന്നത്? ഈ കല്യാണം നടക്കില്ല. അത്ര തന്നെ. വിവാഹ തീയതി നിശ്ചയിച്ച് നാട്ടുകാരെയും ക്ഷണിച്ച ശേഷം നിനക്ക് എന്താടാ ഇങ്ങനൊരു വെളിപാടുണ്ടാവാൻ കാരണം?
അമ്മായിയപ്പനെ കൊലക്ക് കൊടുക്കുന്ന മരുമകനെ എന്റെ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. ഹാർട്ടും കൊളസ്ട്രോളും ഷുഗറും പൈൽസും എല്ലാം കൂടെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞാ കിടക്കുന്നത്. തോരൻ കഴിക്കുന്ന പോലെ കാലത്ത് രാത്രി ഞാൻ ഗുളിക കഴിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു ഗുളിക ബന്ധം വേണ്ട. അശ്വതിയുടെ അച്ഛൻ എന്താ പറഞ്ഞു വരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഭർത്താവ് യുക്തിവാദി ആയതുകൊണ്ടായിരിക്കും മകന്റെ ജാതകദോഷം മിസ്സസ് അംബികാമേനോന് മനസ്സിലാകാതെ പോയത്. ഇവന്റെ വിവാഹം നടന്നാൽ മംഗല്യ മുഹൂർത്തത്തിൽ തന്നെ പെണ്ണിന്റെ അച്ഛൻ വടിയാവും. ഭാര്യാപിതാവിന് മഹാമരണയോഗം. അതാ നിങ്ങളുടെ മകന്റെ ജാതകത്തിലുള്ളത്. എന്റെ പൊന്നു കൃഷ്ണൻ നായരെ, ഇക്കാര്യം പറയാൻ തട്ടിക്കയറണ്ട. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. എന്നാലേ എനിക്ക് വിശ്വാസം വളരെ കൂടുതലാ. മരിക്കാൻ ഇത്തിരി ഭയമുണ്ടെന്ന് വെച്ചു. ഈ കല്യാണം നടക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അശ്വതിയുടെ അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടങ്കോലിടരുത്. ജന്മദോഷമുള്ള നിന്നെ എനിക്ക് മരുമകനായി വേണ്ട കുഞ്ഞെ. ഇത് 20-ാം നൂറ്റാണ്ടാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ കണ്ടതായി പോലും നടിക്കരുത്. വഴിവെക്ക് ഞാൻ വടിയായി കിടന്നാലും നീ തിരിഞ്ഞു നോക്കാതെ പോവും. അതെനിക്കറിയാം. നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാ. ആരും ആരെയും പറ്റിച്ചിട്ടില്ല. ചതിച്ചതിപ്പോ നിങ്ങളാ. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഈ പടിക്കകത്ത് കയറി വന്ന് എന്റെ അളിയനെയും അനന്തരവനെയും അപമാനിക്കുന്നു. അടിച്ചിടന്ന് പല്ലിയാൻ തെറിപ്പിക്കും. പ്രകാശ്, അതിനകത്ത് പോ. ഓടാലിപ്പറമ്പ് തറവാടിന്റെ മുറ്റത്ത് വന്ന് ചെറ്റത്തരം പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കണോ അളിയ? നോക്കി നിൽക്കണോ ബാല? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഈ വീട്ടിലെ മരുമകളായി കടന്നു വരാൻ നിങ്ങളുടെ മകൾക്ക് യാതൊരു യോഗ്യതയുമില്ല. വിദ്യാഭ്യാസവും അന്തസ്സും ആഭിജാത്യവുമുള്ള ബാലചന്ദ്രന് ഞങ്ങൾ വേറെ പള്ളിയിൽ കണ്ടുപിടിച്ചോളാം. പ്രകാശ, നിന്റെ അഭ്യാസം വേണ്ട. അകത്തു പോ. ബാല, ഇപ്പൊ നിന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചെറ്റകളുമായുള്ള ഒരു വിവാഹ ബന്ധവും നമുക്ക് വേണ്ട. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. പ്രകാശ്, വായടയ്ക്ക്. പിന്നെ ബാലന് അശ്വതിയെ ഇഷ്ടമാണ്. അശ്വതിക്ക് ബാലനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. എന്റെ മകളുടെ കല്യാണം നടത്താൻ തന്റെ ഒത്താശയൊന്നും വേണ്ടടോ. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അന്യോന്യം ഇഷ്ടമാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ വിവാഹം നടക്കും. ഞാൻ ചത്താലും തന്റെ മകന്റെ കല്യാണം നടത്തണമല്ലേ? അതിന് വെച്ച് വെള്ളമൊക്കെ വാങ്ങി വെച്ചാൽ ശങ്കരമെന്നെ. എന്റെ മകൾക്ക് ഞാൻ വേറെ ആലോചനകൾ തുടങ്ങി കഴിഞ്ഞു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പേരിൽ ഈ വിവാഹം മുടക്കരുത്. നിന്റെ അച്ഛൻ വെല്ലുവിളിച്ചതല്ലേ? എന്നെ നടത്തി കാണിക്കടാ. അയാളോട് പോകാൻ പറ. ബാല, നിനക്ക് ഞാൻ നല്ല മണി പോലുള്ള പെമ്പിള്ളേരെ കൊണ്ടുവന്ന് മുമ്പിൽ നേരത്തെ നിർത്തി തരും. ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്ത് കെട്ടിക്കോ. എന്തായാലും ഒരു അമ്മാവന്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കും. ഇവർ കല്യാണം മുടക്കാൻ ശ്രമിക്കുകയാണ് മനഃപൂർവ്വം. അശ്വതിയുടെ വിവാഹം നിശ്ചയിച്ചത് അച്ഛൻ അറിഞ്ഞില്ലേ? മോതിരം മാറലും ജാതകം കൂടെയും കഴിഞ്ഞെന്ന് അറിഞ്ഞു. എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞ്? കളമശ്ശേരി തറവാട്ടിലെ പെണ്ണിന്റെ കല്യാണം നടക്കുന്നതിന് എടപ്പള്ളി രാമനായുടെ മകൻ അനന്തരാമൻ എന്താടാ കാര്യം? കുടുംബക്കാർ തമ്മിലുള്ള കുടുംബയൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൾ എന്റെ മുറപ്പെണ്ണ. കുട്ടിക്കാലം മുതല് അശ്വതി ഞാൻ മോഹിച്ചതാ. അന്നൊക്കെ നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലേ? അവൻ പറയുന്നതിലും സത്യമുണ്ട്. മുറപ്പെണ്ണിനെയും മുറച്ചെറുക്കരെയും പിടിച്ചിരുത്തി നാത്തുമാർ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നും മറന്നിട്ടില്ല. അതൊക്കെ പഴയ കഥ. പിന്നീടല്ലേ ക്ഷേത്രവക സ്വത്തുക്കളെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായതും കേസുണ്ടായതും ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയതും. എടാ, ഇന്ന് നിന്റെ അമ്മാവൻ എന്റെ അളിയൻ എന്റെ ശത്രുവാ. എനിക്ക് ആരോട് ശത്രുതയില്ല. അച്ഛന്റെ ശത്രു മകന്റെ ശത്രുവാണ് നിയമമില്ലുണ്ടോ? എടാ, അശ്വതിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ വേറെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആർക്കാരെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊന്നും എനിക്കറിയണ്ട. മോഹിച്ചതെല്ലാം നേടിയെടുത്തവനായി ഈ അനന്തരാമൻ. തട്ടിപ്പറിച്ചാലും ഞാനത് കൈക്കലാക്കും. അശ്വതല കരുത്തിൽ മംഗലച്ചരട് വീഴുമെങ്കിൽ അതെന്റെ കൈ കൊണ്ടായിരിക്കും. വർഷങ്ങളോളം വന്ന കുടിപ്പകയുടെ വിധിന്യായം വന്ന സമയമാണിപ്പോൾ. അച്ഛന്റെ അഭിമാനം രക്ഷിക്കേണ്ട ഏക മകനാണ് നീ. ദേവപ്രശ്നവും ശുദ്ധികലശവും നടക്കാൻ പോവാ. കോടതി വിധിയുടെ ബലവും പോലീസ് പ്രൊട്ടക്ഷനും കളമശ്ശേരിക്കാർക്കുണ്ട്. ബുദ്ധിയും തന്ത്രവും കൊണ്ട് അതിനെ നേരിടണം. പറ്റുവോ? എടപ്പിള്ളിക്കാര് തോൽക്കരുത്. തോറ്റ ചരിത്രം ഇന്നുവരെയില്ല. എന്തു മോഹിച്ചാലും കൈക്കലാക്കണം. അച്ഛൻ തോക്കരുത് മകനെ. ജയിക്കണം, ജയിപ്പിക്കണം. എന്നിട്ടുമെന്ന് പറ, അശ്വതിയെ നിനക്ക് വേണമെന്ന്. ആരെതിർ